300 കോടി കളക്ഷൻ ഒക്കെ പറയുന്നത് തള്ളി മറിക്കുന്നതല്ലേ? തള്ളി മറിക്കുന്നതാണ്. 300 കോടി ആയിട്ടില്ലെങ്കിൽ 250 കോടി 250 ആ 300-ന്റെ ഉള്ളിൽ എന്തായാലും ആയിട്ടുണ്ടാവണം. അതായത് നമ്മള് ഒരു തിയേറ്ററിൽ അല്ലെങ്കിൽ 2 തിയേറ്ററിലല്ല ഈ ഫിലിം കളിച്ചിട്ടുള്ളത്. എത്രയോ തിയേറ്ററുകളില് അതും സ്പെഷ്യൽ ഷോ അടക്കം ഇട്ട് കളിച്ച് നമ്മുടെ സീറ്റ് 300 സീറ്റാണ്. ഇപ്പോഴും നിങ്ങൾ കണ്ടില്ലേ ഇത്രയും വണ്ടികളും ഇതും. നമ്മള് ആളുകൾ പറയും ഇപ്പോഴും തള്ളാണെന്ന് ചില ആളുകൾ പറയും. നിങ്ങള് ഇപ്പൊ നോക്കിയാൽ മതി, ഇവിടെ പുറത്ത് തന്നെ വണ്ടികളും ഇതും നോക്കിയാൽ മതി. ഇന്നും ഹൗസ്ഫുള്ളിന്റെ അടുത്ത് നല്ല ഫാമിലികൾ തന്നെയാണ്. അതെ, നമുക്ക് എപ്പോഴും ഫുള്ളിന് നിസാര ടിക്കറ്റുകൾ മാത്രമേ ബാലൻസ് സൗണ്ട് എന്ന് പറഞ്ഞാൽ ഇവിടെ അറ്റ്മോസ് ഇപ്പൊ എല്ലായിടത്തും അറ്റ്മോസും 4K എല്ലാം ഉണ്ടെങ്കിലും ഇവിടെ സൗണ്ട് എഫക്ട് എല്ലാവർക്കും നല്ല ഇഷ്ടമാണ്. ഇവിടുത്തെ സൗണ്ട് എഫക്ട് എന്ന് പറഞ്ഞാൽ നല്ലൊരു മറ്റുള്ളടത്ത് കാണുന്ന പോലെയല്ല. ഇവിടുത്തെ സൗണ്ട് സിസ്റ്റം ഞാൻ പറഞ്ഞില്ലേ സ്റ്റാർട്ടിങ്ങിൽ ഞാൻ പറഞ്ഞു, അകലെന്ന് പോലും ആളുകൾ ഇവിടേക്ക് സിനിമ കാണാൻ വരുന്നുണ്ട്. എന്നാൽ നമുക്ക് ചില അപാകതകള് ചിലതുണ്ട്, എങ്കിലും സൗണ്ടിന്റെ കാര്യത്തില് ആരും ഇതുവരെ ഒന്നും ഒരു അഭിപ്രായ വ്യത്യാസം. സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ സംഗതി 4K ആണ്, അല്ല അറ്റ്മോസ് ആണെങ്കിലും ഇവിടെ ഒരു പ്രത്യേക ഒരു എഫക്റ്റ് ആണ് സൗണ്ടിന്. അതിപ്പോ ഇവിടെ അതുപോലെ തന്നെ ഏറ്റവും ഫ്രണ്ട് റോയിൽ ഇരുന്നിട്ട് സിനിമ കണ്ടു കഴിഞ്ഞാലും സുഖാണ്. ഒരു തവണ ഫ്രണ്ടില് ടിക്കറ്റ് എടുത്തിട്ടുള്ളവര് പിന്നെ വന്നിട്ട് മറ്റുള്ള തിയേറ്ററുകളിൽ ബാക്കിലാണ് ചോദിക്കുക. ഇവിടെ നമ്മുടെ അവിടെ ശരിക്കും ചില ദിവസങ്ങളില് ഫ്രണ്ടിൽ നിന്ന് തൊട്ടാ ഫുള്ളായി ബാക്ക്. അതായത് സുഖമായിട്ട് കാലം നീട്ടി സുഖമായിട്ട് ഇരുന്ന് നല്ല ഡിസ്റ്റൻസ് ഉണ്ട്. ഫ്രണ്ടിൽ നല്ല ഡിസ്റ്റൻസ് ഉണ്ട്. ഇപ്പൊ മറ്റുള്ള തിയേറ്ററിലൊക്കെ പോയിട്ട് ആളുകൾ സിനിമ കണ്ടിട്ട് ചില ഫാമിലി വരുമ്പോ പറയും, അയ്യോ ഞങ്ങൾക്ക് ഫ്രണ്ടിൽ വേണ്ട, ഞങ്ങൾക്ക് ഫ്രണ്ടിൽ വേണ്ട. അപ്പൊ ചില സമയത്ത് ടിക്കറ്റ് ഇവിടെ ഉണ്ടാവില്ല. അപ്പൊ നമ്മൾ ഫ്രണ്ടിൽ ടിക്കറ്റ് അവർക്ക് കൊടുക്കും, നിങ്ങൾ ഇരുന്ന് നോക്കെന്ന് പറഞ്ഞിട്ട്. അത് കഴിഞ്ഞ് പോകുമ്പോ നമ്മളോട് ചേട്ടാ ഓക്കേട്ടാ നന്നായിട്ടുണ്ട്, സാറ്റിസ്ഫൈഡ് ആണ്, അടുത്ത പ്രാവശ്യം വരുമ്പോ അവർക്ക് ആ സീറ്റ് കിട്ടി കഴിഞ്ഞാൽ അവര് ഡീസന്റ് ആക്കും. സ്പേസ് ഉണ്ട്, സ്പേസ് ഉണ്ട്. രാവണപ്രഭു ഇവിടെ ഫിക്സ് ആയിട്ടില്ല. ഇപ്പൊ ഉണ്ടെന്നുള്ളത് അറിയില്ല. അപ്പൊ സൗണ്ടിന്റെ കാര്യത്തില് നമ്മള് ഇപ്പൊ ഇവിടെ നമ്പർ 1 ഇംഗ്ലീഷ് സ്റ്റാൻഡേർഡ് മൂവി ആണല്ലോ. അത് ഒരു വെറൈറ്റി മോഡല് ഫിലിമാണ്. നമ്മള് സാധാരണ ഒരു മലയാള ഫിലിം കാണുന്ന ഒരു സ്റ്റാൻഡേർഡ് അല്ല. പണ്ട് ദിവസവും ഇംഗ്ലീഷ് പടങ്ങളുടെ ഒരു കോട്ടയാണല്ലോ. അതെ.